നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവ്വത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ളതിൽ വെച്ചിട്ട് ഗദ്യമായിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള മഹാഭാരതം എന്ന് പറയാവുന്നത് വിദ്വാൻ കെ പ്രകാശം സംസ്കൃത ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജിമ ചെയ്ത മഹാഭാരതമാണ്. ഇത് DC ബുക്സ് 6 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് തർജ്ജിമ ചെയ്ത വിദ്വാൻ കെ പ്രകാശം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കോൺട്രിബ്യൂഷനും ഇതിലേക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്താണോ സംസ്കൃതത്തിൽ ശ്ലോകങ്ങളുള്ളത് അത് അതേപടി ഗദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ പദ്യങ്ങളുടെ പദാനുപത അർത്ഥം പോലെ തന്നെ അതേ രീതിയിൽ ഇതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്കന്ധോൽപത്തി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. മുരുക ഭഗവാന്റെ ജന്മമാണ്. അപ്പം ഇതുവരെ കേൾക്കാത്ത വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മുരുകൻ്റെ ജന്മവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ഈ മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് കേട്ടത്. അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവരെ കഴിഞ്ഞ 2 വീഡിയോകൾ കേൾക്കുക. അപ്പോൾ ഇവിടെ സ്കന്ദനെ ദേവസേനാധിപതിയായിട്ട് വാഴിച്ചു. അതിനുശേഷം വീണ്ടും മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് കഥ തുടരുകയാണ്. അപ്പം മാർക്കണ്ഡേയൻ സ്കന്ദന് മേലെ ഇന്ദ്രൻ വേല് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും അനേകം കുമാരന്മാരുണ്ടായി. ഇതൊക്കെ ഗ്രഹങ്ങളായിട്ട് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ദേവതകളാണ് ബാലാരിഷ്ടകൾ എന്നുള്ള പേരിൽ മനുഷ്യകുലത്തിൽ 16 വയസ്സ് വരെ കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ, വിവിധ തരത്തിലുള്ള അസുഖങ്ങളായിട്ടും ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രഹങ്ങളാണെന്നാണ് പറയുന്നത്. അതിനുശേഷം മാർക്കണ്ഡേയൻ പറയുകയാണ്, ഞാൻ ബ്രഹ്മാവിനെ വന്ദിച്ചുകൊണ്ട് ആ ഗ്രഹങ്ങളെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഓരോ രീതിയിലും നമ്മളെ മനുഷ്യരെ 16 വയസ്സ് വരെ ഉള്ള മനുഷ്യകുലത്തിലുള്ള കുട്ടികളിൽ ബാധിക്കുന്ന പലതരത്തിലുള്ള ബാധകളെക്കുറിച്ചിട്ട് പറയുകയാണ്. ഇത് ഗ്രഹത്തിൻ്റെ ഒരു സ്വാധീനം നമ്മളിൽ വരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൽ ആദ്യം തന്നെ പറയുന്നത്, സ്വപ്നത്തിലോ ജാഗ്രതാവസ്ഥയിലോ ദേവകളെ കാണേണ്ട ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവന് മാനസികമായിട്ടുണ്ടാകുന്ന ഭ്രമം ഉന്മാദമാണ്, അത് ദേവഗ്രഹമാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഉണർന്നിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പിതൃക്കളെ കണ്ടു കഴിഞ്ഞാലും ആ സമയത്തും അവന് മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ ഉണ്ടാകും. അത് ആണ് പിതൃഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രഹമാണ് ആ രീതിയിലുള്ള ഉന്മാദം മനുഷ്യനെ ഉണ്ടാക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ 16 വയസ്സിന് മുമ്പുള്ള കുട്ടിക്ക് ഉണ്ടാക്കുന്നത്. സിദ്ധന്മാരെ ആരെങ്കിലും ധിക്കരിച്ച് അവർക്ക് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ കോപിച്ച് ശപിക്കുന്നതാണ്. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന ഉന്മാദമാണ് ഇതിന് കാരണമാകുന്നതാണ് സിദ്ധഗ്രഹം. ഗന്ധർവന്മാർ വന്ന് ഘ്രാണിച്ചു കഴിഞ്ഞാൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ മനസ്സിന് ഉന്മാദമുണ്ടാകുന്നു. അതിന് കാരണം ഗന്ധർവന്മാർ അവരിൽ ആവേശിക്കുന്നതാണ്. അതിന് കാരണമായി തീരുന്നത് രാക്ഷസ സംഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രഹമാണെന്നാണ് മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്. ഇത് ഗന്ധർവ ഗ്രഹമാണ്. പിശാചുക്കളെ ഉള്ളിലേക്ക് ആവാഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉന്മാദം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുണ്ടാകുന്നു. ഇതിന് കാരണമാകുന്നത് പിശാച ഗ്രഹമാണെന്നാണ് പറയുന്നത്. യക്ഷന്മാർ ആവേശിക്കുന്ന പുരുഷൻ ഉടനെ തന്നെ അവൻ ഉന്മാദിയായിട്ട് മാറും. അതിന് കാരണം യക്ഷഗ്രഹമാണ്. അതിഭയങ്കരമായിട്ടുള്ള വിഷമത്താലും അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്താലും പേടിയാലും മനുഷ്യന് ഉന്മാദങ്ങളുണ്ടാവും. ഇതിനെ സ്വാന്തനിപ്പിച്ച് അവനെ സമാധാനിപ്പിക്കുന്നത് കൊണ്ട് അവനെ അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പിന്നെ 70 വയസ്സ് വരെ മനുഷ്യനെ ബാധിക്കുന്ന മോശം ഗ്രഹങ്ങളാണ് രന്തുകാമനും ഭോക്തുകാമനും ഹന്തുകാമനും. ഇവരെ 70 വയസ്സ് വരെയുള്ള മനുഷ്യരെ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവരിൽ നിന്നുള്ള മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മാർഗം ഭക്തനായിട്ട് സ്കന്ദനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്കന്ദനെ ഭജിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള നീചഗ്രഹങ്ങളുടെ എല്ലാം ബാധയിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തനാകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സ്കന്ദഭജനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. സ്വാഹ വീണ്ടും തൻ്റെ മകൻ്റെ അടുത്ത് നിന്നിട്ട് മകനോട് വരം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിൻ്റെ അമ്മയാണ്, നീ എനിക്ക് വളരെ പ്രീതികരമായിട്ടുള്ള എന്തെങ്കിലും വരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്ന് സ്വാഹ ചെന്നിട്ട് സ്കന്ദനോട് അഭ്യർത്ഥിക്കും. ആ സമയത്ത് സ്കന്ദൻ വളരെ പ്രീതിയോട് കൂടിയിട്ട് തൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള സ്വാഹയോട് ചോദിക്കും, അമ്മ ഏത് തരത്തിലുള്ള വരമാണ് ആഗ്രഹിക്കുന്നത്? എന്താണെങ്കിലും അമ്മ ചോദിക്കാൻ മടിക്കേണ്ട എന്ന് പറയും. സ്വാഹ പറഞ്ഞു, മഹാബാഹു, ഞാൻ എൻ്റെ ബാല്യം മുതൽ തന്നെ അഗ്നിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. എനിക്ക് അഗ്നിയുമായിട്ട് ഏത് സമയത്തും ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അഗ്നിയെ വിട്ടുപിരിയാതെ അഗ്നിയോടൊപ്പം കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വരമാണ് അങ്ങ് തരേണ്ടതെന്ന് സ്വാഹ സുബ്രഹ്മണ്യനോട് അഭ്യർത്ഥിക്കും. സ്കന്ദൻ ആ സമയത്ത് പറഞ്ഞു, അല്ലയോ ഭവതി, ഇന്നു മുതൽ അഗ്നിക്ക് വേണ്ടിയിട്ട് യജ്ഞത്തിൽ ആര് എന്ത് ഹോമിച്ചു കഴിഞ്ഞാലും എന്ത് കവിച്ച് ഹോമിച്ചു കഴിഞ്ഞാലും
അതിനോടൊപ്പം ഭവതിയുടെ പേരും കൂടി പറയും. സ്വാഹ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അവരെ ഹോമാഗ്നിയിലേക്ക് എന്ത് സാധനമാണെങ്കിൽ ഇടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭവതിക്ക് എല്ലാ സമയത്തും അഗ്നിയോടൊപ്പം കഴിമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധി ഞാൻ തരികയാണെന്ന് പറഞ്ഞിട്ട് മാതൃസ്ഥാനത്തുള്ള സ്വാഹയെ സുബ്രഹ്മണ്യൻ അനുഗ്രഹിക്കും. ആ സമയത്ത് പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് സ്കന്ദനോട് പറഞ്ഞു, നീ നിൻ്റെ പിതാവ് മഹാദേവനാണെന്ന് അറിയുക. അതോടൊപ്പം തന്നെ മാതാവ് ഉമാദേവിയും ഇവരുടെ രണ്ടുപേരുടെ സംയോഗം, അവരിലെ അഗ്നിയുടെയും സ്വാഹയുടെയും അംശങ്ങളുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെ സംയോഗം ഉണ്ടാകുന്ന സമയത്ത് മഹാദേവൻ്റെ രേതസ് ഉമാദേവിയുടെ യോനിയിൽ പ്രവേശിച്ചതിന് ശേഷം അത് ഹിമവൽ പർവ്വതത്തിൽ വന്നു വീണു. അതിൽ നിന്നും 2 ദേവതകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ദേവതകളെ മിഞ്ചികങ്ങൾ എന്നാണ് പറയുന്നത്. ഈ മിഞ്ചികങ്ങളാണ് ബാലന്മാരെ ബാധിക്കുന്ന രോഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വീണ രേതസിൻ്റെ അംശത്തിൽ കുറേ ഭാഗം കടലിലും കുറേ ഭാഗം വൃക്ഷങ്ങളിലും കുറേ ഭാഗം മണ്ണിലും കുറേ ഭാഗം സൂര്യരശ്മികളിലും ചെന്ന് പതിച്ചു. അവരാണ് നിൻ്റെ ഗണങ്ങളായിട്ട് ഇവിടെ അറിയപ്പെടുന്നത്. അവരൊക്കെ ഘോരരൂപികളും അതിശക്തന്മാരുമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്കന്ദൻ അപ്രകാരമാകാം എന്ന് പറഞ്ഞ് മഹാദേവനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിനെ പൂജിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 5 രീതിയിൽ വേർപെട്ടു പോയ രേതസിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഗണങ്ങളെ എരിക്കിൻ പൂ കൊണ്ട് ആണ് അന്ന് സ്കന്ദൻ പൂജിച്ചത്. എരിക്കിൻ പൂ കൊണ്ട് പൂജിച്ചാലാണ് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മിഞ്ചികങ്ങൾ എന്ന് പറയുന്ന ആ മിഥുനങ്ങളായിട്ടുള്ള ദേവതകളെ ബാലാരിഷ്ടതകളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മാതാപിതാക്കൾ നിത്യവും വന്ദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പുത്രന്മാരുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ സ്കന്ദൻ്റെ ഗണത്തിൽപ്പെട്ട വൃത്തികമാർ എന്നറിയപ്പെടുന്ന ദേവതകളെ തൃപ്തിപ്പെടുത്തണം. ഇനിയും ബാക്കിയുള്ള കഥകൾ ഞാൻ അങ്ങേക്ക് വിശദമായി പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷി സ്കന്ദൻ്റെ കഥ തുടരുകയാണ്. ശിവഭജനം കഴിഞ്ഞപ്പോൾ ഭഗവാൻ മഹാദേവൻ സ്കന്ദനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ച് അദ്ദേഹം വിട്ടുകഴിഞ്ഞപ്പോൾ വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച അവിടെ കാണപ്പെടുക. അസുരന്മാരുടെ ഒരു പെരും സേന ശിവനുൾപ്പെടെയുള്ള രുദ്രനുൾപ്പെടെയുള്ള ദേവസൈന്യത്തിനെ ആക്രമിക്കാൻ വരുന്ന ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അവർ വരുന്ന ശബ്ദം കേട്ടിട്ട് ലോകം മുഴുവനും നടുങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതുവരെ കാണാത്ത അത്രയും ഭീകരമായിട്ടുള്ള പെരുമ്പടയുമായിട്ടാണ് അസുരന്മാർ ദേവന്മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നത്. അസുരന്മാർ കയ്യിൽ കെട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ശക്തമായിട്ട് ദേവതകളുടെ നേരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പർവ്വതങ്ങളും അസ്ത്രങ്ങളും ശൂലങ്ങളും വേലുകളും പട്ടസങ്ങളും എന്ന് വേണ്ട അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും അവർ ദേവങ്ങളുടെ നേരെ ശക്തമായി പ്രയോഗിക്കാൻ തുടങ്ങി. ഈ അസ്ത്രപ്രയോഗം സഹിക്കാൻ വയ്യാത്ത ദേവന്മാരൊക്കെ പേടിച്ച് അവരുടെ പടവിട്ട് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ പെരുമ്പട ഇങ്ങനെ ഓടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ അവർക്ക് ഐരാവതത്തിൻ്റെ പുറത്ത് വജ്രവും ഏറ്റിക്കൊണ്ട് വന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. നിങ്ങളാരും ഇങ്ങനെ പേടിച്ച് ഓടരുത്, ഇവരെ നമുക്ക് വധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, എല്ലാവരും തിരിഞ്ഞിന്ന് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും ശക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇന്ദ്രൻ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ടിട്ട് എല്ലാ ദേവതകളും കൂടി ഒരുമിച്ച് ഈ അസുരന്മാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ അസുരന്മാർ അതീവ ബലവാന്മാരായിരുന്നു. അവരുടെ മർദ്ദനമേറ്റിട്ട് ധാരാളം ദേവന്മാരെ മരിച്ചു വിടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദേവന്മാർ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അസുരന്മാരും ധാരാളമായിട്ട് കൂരമ്പുകൾ വെച്ചിട്ട് പിടഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ വാനം മുഴുവനും ദേവന്മാരുടെയും അസുരന്മാരുടെയും മൃതശരീരങ്ങൾ ചതഞ്ഞരിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. ആ സമയത്ത് ദൈത്യന്മാരുടെ ഇടയിൽ നിന്നും അസുരന്മാരുടെ ഇടയിൽ നിന്നും ഏറ്റവും ശക്തനായിട്ടുള്ള മഹിഷാസുരൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി. അവൻ അതീവ വലിപ്പമുള്ള ഒരു പർവ്വത ശിഖരം എടുത്തുകൊണ്ട് ദേവന്മാരുടെ നേരെ പാഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ പർവ്വത ശിഖരം എടുത്തിട്ട് ദേവന്മാരുടെ നേരെ എറിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ടിട്ട് 10,000 ദേവന്മാർ തൽക്ഷണം മരണപ്പെട്ടു പോയി. മലയെറിഞ്ഞ് അനേകം ദേവന്മാരെ കൊന്നതിന് ശേഷം മഹിഷാസുരൻ വീണ്ടും തൻ്റെ പടയം കൂട്ടിക്കൊണ്ട് ദേവന്മാരുടെ പുറകെ പാഞ്ഞു നിന്നിട്ട് അവരെയൊക്കെ നിഷ്കരണം വധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ട് ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവതകളെല്ലാം പ്രാണഭയത്തോടു കൂടിയിട്ട് ആ പടയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ദേവസൈന്യം പിന്തിരിഞ്ഞ് ഓടുന്നത് കണ്ടിട്ട് ഹർഷോന്മാദത്തോടു കൂടിയിട്ട് ക്രൗര്യഭാവത്തോടു കൂടിയിട്ട് 1000 സിംഹങ്ങൾ വലിക്കുന്ന ശിവഭഗവാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന തേരിലേക്ക് അവൻ ചാടി തേരിൻ്റെ അച്ചുതണ്ടിൽ കയറി അവൻ പിടുത്തമിട്ടിട്ട് തേരിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ട് ദാനവന്മാരെല്ലാവരും കൂടി അസുരന്മാരെല്ലാവരും കൂടി വിജയാഹ്ലാദം മുഴക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. മഹിഷാസുരൻ അവിടെ കിടന്നുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള പോർവിളികൾ മുഴക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവൻ ആ രഥത്തിലേക്ക് വലിഞ്ഞു കയറിയ സമയത്ത് ശിവഭഗവാൻ അവനെ കൈകൊണ്ട് പ്രഹരിച്ചു. ആ പ്രഹരമേറ്റ് വീണ സമയത്ത് ശിവഭഗവാൻ ഇവൻ്റെ അന്തകനായിട്ടുള്ള ഗുഹനെ, സുബ്രഹ്മണ്യനെ, സ്കന്ദനെ മനസ്സിൽ സ്മരിച്ചു. ശിവഭഗവാൻ മനസ്സിൽ സ്മരിച്ച സമയം തന്നെ സ്കന്ദൻ തൻ്റെ എല്ലാ പോരാട്ട വീര്യത്തോടും കൂടിയിട്ട് അവിടെ എത്തിച്ചേർന്നു. ചുവന്ന പട്ടും രക്തം പോലെ നിറമുള്ള മാലകളും ധരിച്ച് സ്കന്ദൻ അവിടെ എത്തി. പൊൻചട്ടയണവനും അതിബലവാനുമായിട്ടുള്ള അവൻ
സൂര്യനെ പോലെയുള്ള തേജസ്സിൽ ഭഗവാൻ ശിവന്റെ തേരിനൊപ്പം നിമിഷ നേരം കൊണ്ട് എത്തിച്ചേർന്നു. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ അസുരസേന പേടിച്ച് ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. മഹാബലവാനായിട്ടുള്ള ഗുഹന്റെ ശരീരം അഗ്നി പോലെ ജ്വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് അവൻ മഹിഷാസുരനെ ലക്ഷ്യമാക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേല് അതിശക്തമായിട്ട് എറിഞ്ഞു. ആ വേല് ചെന്നിട്ട് മഹിഷാസുരൻ്റെ ഉടലിൽ നിന്ന് ശിരസ് വേർപെടുത്തി മഹിഷാസുരൻ്റെ ശിരസിനെ ദൂരേക്ക് തെറിപ്പിച്ചു വിട്ടു. അത് ശിരസ് 16 യോജന ദൂരെയാണ് ആ ശിരസ് ചെന്ന് വീണത്. ആ ചെന്ന് വീണ സ്ഥലത്ത് അത് പർവ്വതം പോലെ ആ വഴി അടയുന്ന രീതിയിലാണ് ആ ശിരസ് കിടന്നത്. ഉത്തരഗുരു രാജ്യത്തേക്കുള്ള മാർഗമധ്യയാണ് ഈ ശിരസ് എന്ന് വീണത്. പിന്നീട് ജനങ്ങളെല്ലാവരും ആ വഴി ഒഴിവാക്കിയിട്ടാണ് ഉത്തരഗുരു രാജ്യത്തേക്ക് പോയതെന്നാണ് പറയുന്നത്. അതിനുശേഷം ആ വേല് തിരിച്ച് സ്കന്ദൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തി. ആ വേല് ഓരോ പ്രാവശ്യവും അവൻ എറിയുന്ന സമയത്ത് അത് ആയിരക്കണക്കിന് അസുരന്മാരെ കൊന്നതിന് ശേഷം തിരിച്ച് വീണ്ടും വീണ്ടും സ്കന്ദൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ച് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അസുരന്മാരെ മുഴുവനും സ്കന്ദൻ തൻ്റെ വേല് കൊണ്ട് ഉന്മൂലനാശനം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. വേല് എറിയുന്നതിനോടൊപ്പം തന്നെ അസ്ത്രങ്ങളും ഒരേ സമയം സ്കന്ദൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ വേലിൻ്റെയും അസ്ത്രങ്ങളുടെയും പ്രഹരം സഹിക്കാൻ വയ്യാതെ തങ്ങളുടെ നായകനെ നഷ്ടപ്പെട്ട അസുര പട മുഴുവനും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അസുരന്മാരെല്ലാം പേടിച്ച് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ സ്കന്ദൻ്റെ അടുത്ത് നിന്ന് അവനെ തഴുകിക്കൊണ്ട് പറഞ്ഞു, അങ്ങ് കാരണം നമ്മൾ വലിയൊരു ഭയത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. മഹിഷാസുരനെ ഭയന്ന് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ വലിയൊരു ഭീതിയിൽ നിന്നാണ് ദേവന്മാരെയെല്ലാം അങ്ങ് രക്ഷിച്ചിരിക്കുന്നത്. അങ്ങ് ദേവരക്ഷകനാണ്, ദേവസൈന്യാധിപതിയാണ്. അങ്ങേക്ക് എല്ലാവിധത്തിലുള്ള കീർത്തിയും ഉണ്ടാകട്ടെ. എല്ലാ ദേവന്മാരും ഇനി അങ്ങയുടെ ആജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് അങ്ങയോടൊപ്പം ഉണ്ടാവും. സ്കന്ദനോട് ഇപ്രകാരം പറഞ്ഞ് ദേവഗണങ്ങളെല്ലാം കൂടി ഭഗവാൻ ശിവനോടും കൂടി യാത്ര പറഞ്ഞിട്ട് ദേവലോകത്തേക്ക് തിരിച്ച് യാത്രയായി. ആ സമയത്ത് രുദ്രൻ ദേവകളെന്ന് ഓർമ്മപ്പെടുത്തി, സ്കന്ദൻ ഞാനാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈത്യവർഗങ്ങളെ കൊന്ന് മുനിമാരെയും മനുഷ്യരെയും ദേവതകളെയും രക്ഷിച്ച സ്കന്ദനെ പൂജിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കുകയും ഇഹലോകത്തിലും പരലോകത്തിലും പുഷ്ടിയോട് കൂടിയിട്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് പറഞ്ഞു, സ്കന്ദനെ സ്തുതിക്കുന്ന നാമങ്ങളെല്ലാം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് അത് വ്യക്തമായിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ഭഗവാൻ സ്കന്ദൻ്റെ പവിത്ര നാമങ്ങൾ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയമുനി പറഞ്ഞു, നീ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മനസ്സ് വെച്ച് ഈ നാമങ്ങൾ കേൾക്കുക. ഈ നാമങ്ങൾ ഉച്ചരിക്കുന്നതും കേൾക്കുന്നതും അതീവ പുണ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മുഴുവനും കാണാതെ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനതൊന്ന് നോക്കി വായിക്കാം. അഗ്നേയൻ, സ്കന്ദൻ, ദീപ്തികീർത്തി, അനാമയൻ, മയൂമകേതു, ധർമാത്മാവ്, ഭൂതേശൻ, മഹിഷാർദനൻ, കാമജിത്ത്, കാമദൻ, കാന്തൻ, സത്യവാക്ക്, ഭുവനേശ്വരൻ, ശിശുശീഖരൻ, ശുചി, ചണ്ഡൻ, ദീപ്തവർണൻ, ശുഭാനനൻ, അമോഘൻ, അനഘൻ, രൗദ്രൻ, പ്രിയൻ, ചന്ദ്രാനനൻ, പ്രശാന്താത്മാവ്, ദീപ്തശക്തി, ഭദ്രകൃത്, കുടമോഹനൻ, ഷഷ്ടിപ്രിയൻ, പവിത്രൻ, മാതൃവത്സനൻ, കന്യാഭർത്ത, വിഭക്തൻ, സ്വാഹേയൻ, ദേവതീസുതൻ, വിശാഖൻ, പ്രഭു, നേതാവ്, നൈഗമേയൻ, സുദൃച്ഛരൻ, സുവൃതൻ, ലളിതൻ, ബാലക്രീഡൻ, അകപ്രിയൻ, ഖചാരി, ബ്രഹ്മചാരി, ശൂരൻ, ശരണോദ്ഭവൻ, വിശ്വാമിത്രപ്രിയൻ, ദേവതാപ്രിയൻ, വാനുദേവപ്രിയൻ, പ്രിയൻ, പ്രിയകൃത്. ഇങ്ങനെ കാർത്തികേയൻ്റെ ഈ ദിവ്യനാമങ്ങളെ ജപിച്ചു കഴിഞ്ഞാൽ സ്വർഗവും കീർത്തിയും സ്വത്തും നേടാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷം മാർക്കണ്ഡേയ മഹർഷി പറയാണ്, ദേവതകളെല്ലാം സ്തുതിക്കുന്ന ആ മഹാശക്തനായിട്ടുള്ള ഗുഹനെ ഞാനും സ്തുതിക്കുകയാണ്. യുധിഷ്ഠിര, നീയും സ്കന്ദനെ അഭയം പ്രാപിക്കുക. മനസ്സുവെച്ച് സ്കന്ദജപം പഠിക്കുന്നവനും വിപ്രന്മാരെ ചൊല്ലി കേൾപ്പിക്കുന്നവനും വിപ്രന്മാർ ചൊല്ലുന്നത് കേൾക്കുന്നവനും അവർക്കൊക്കെ അനേകം ധനവും ആയുസ്സും കീർത്തിയും ഉണ്ടാവും. അവർ അനേകം സന്താനങ്ങളെ നേടും, ശത്രുക്കളെയൊക്കെ ജയിക്കും, അവരെ പുഷ്ടിയും ഐശ്വര്യവും നേടും, അവരെ സ്കന്ദലോകത്തെ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ സ്കന്ദനെ ഭജിക്കുന്നതിൻ്റെ പ്രാധാന്യം ആണ് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി ഈ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ മാർക്കണ്ഡേയ സമസ്യാപരം എന്ന് പറയുന്ന വളരെ നീണ്ട ഒരു ഉപാധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ നമ്മൾ പുതിയ ഒരു ഉപാധ്യായമായിട്ട് വരും. ദ്രൗപദി സത്യഭാമ സംവാദപർവം എന്ന് പറയുന്ന പുതിയ ഉപപർവം നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നമസ്കാരം.